ടു സാൻവി PSC ടിപ്സ്. ഇന്ന് നമ്മൾ സയൻസ് ഭാഗത്തിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്നും പറയുന്ന പോലെ നിങ്ങൾ എക്സാം ആയിട്ട് തന്നെ എഴുതുക. പിന്നെ നമ്മുടെ 10th പ്രിലിംസിൻ്റെ ഹോൾ ടിക്കറ്റ് ഫസ്റ്റ് സ്റ്റേജ് അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാവരും പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നോ? എല്ലാവരും നല്ലപോലെ പഠിക്കുക, റിവിഷനൊക്കെ ചെയ്യുക. നമ്മൾ ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ നൽകിയതിൽ വസ്തുവിനേക്കാൾ വലുതും മിഥ്യയുമായ പ്രതിബിംബം ഉണ്ടാക്കുന്നത് ഏതാണ്? ആൻസർ കോൺകേവ് ദർപ്പണം. കോൺകേവ് ലെൻസ്, കോൺകേവ് ദർപ്പണം, അതൊക്കെ ഒന്ന് നോക്കുക. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകളാണ്. കാരണം ഓരോ സ്ഥാനത്ത് വയ്ക്കുമ്പോൾ പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കി വയ്ക്കുക. വലുതും മിഥ്യയുമായ പ്രതിബിംബം ഉണ്ടാക്കുന്നത് കോൺകേവ് ദർപ്പണമാണ്. പല്ലുകളുടെ പ്രതിബിംബം കാണാൻ ദന്ത ഡോക്ടർമാർ കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നു. ഒരു കോൺവെക്സ് ദർപ്പണം വഴി ചെറുതും നിവർന്നതുമായ പ്രതിബിംബമാണ് ലഭിക്കുന്നത്. കോൺകേവ് ദർപ്പണം യഥാർത്ഥ പ്രതിബിംബവും മിഥ്യാ പ്രതിബിംബവും നൽകുന്നു. ഒരു കോൺവെക്സ് ദർപ്പണം വഴി ചെറുതും നിവർന്നതുമായ പ്രതിബിംബം ലഭിക്കുന്നു. കോൺകേവ് ദർപ്പണത്തിൽ യഥാർത്ഥ പ്രതിബിംബവും മിഥ്യാ പ്രതിബിംബവും നൽകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലാക്ക് ബോർഡ് തുടച്ചതിന് ശേഷം വരണ്ടു പോകുന്നു. കാരണം? ആൻസർ ബാഷ്പീകരണം. ബ്ലാക്ക് ബോർഡ് തുടച്ചതിന് ശേഷം വരണ്ടു പോകാൻ കാരണം ബാഷ്പീകരണ പ്രക്രിയയാണ്. ബ്ലാക്ക് ബോർഡ് തുടയ്ക്കുമ്പോൾ ബോർഡിൻ്റെ ഉപരിതലം നനഞ്ഞു പോകും. കുറച്ച് സമയത്തിന് ശേഷം ബോർഡിൻ്റെ ഉപരിതലത്തിലെ നനഞ്ഞ കണികകൾ ജലബാഷ്പമായി മാറുകയും ബ്ലാക്ക് ബോർഡ് ഉണങ്ങുകയും ചെയ്യുന്നു. ജലത്തെ അതിൻ്റെ ദ്രവരൂപത്തിൽ നിന്ന് നീരാവി അല്ലെങ്കിൽ വാതക രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഈ പ്രക്രിയയെ ബാഷ്പീകരണം എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ധാനികം, മാംസ്യം, കൊഴുപ്പ് എന്നിവയുടെ പൂർണ്ണമായ ദഹനം നടക്കുന്നത് എവിടെ വെച്ചാണ്? ആൻസർ ചെറുകുടൽ. ആഹാര പദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചാണ്. ദഹനത്തിലെ അന്തിമ ഉൽപ്പന്നങ്ങൾ ഗ്ലൂക്കോസ്, ജീവകങ്ങൾ, ധാതുക്കൾ, ജലം, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ആഹാരത്തിലെ പോഷകാംശങ്ങളിൽ അധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ചെറുകുടലിൽ വെച്ചാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൂച്ചെടിയിൽ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നതിന് ഏറ്റവും ഫലപ്രദമായ കായിക പ്രജനന രീതി ഏതാണ്? ആൻസർ മുകുളം ഒട്ടിക്കൽ. ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ മുകുളം ഒട്ടിച്ചുള്ള അലൈംഗിക പ്രത്യുൽപാദന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. പൂച്ചെടിയിൽ നിന്ന് പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നതിന് ഏറ്റവും ഫലപ്രദമായ മാർഗമാണിത്. T ആകൃതിയിൽ ചെടിയുടെ തൊലിയിൽ മുറിവുണ്ടാക്കിയാണ് മുകുളം ചേർത്ത് വയ്ക്കുന്നത്. മുകുളം പുറത്ത് കാണാത്ത വിധം പൊതിഞ്ഞു കെട്ടണം. പണ്ട് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുമ്പോൾ നമ്മളൊക്കെ ഇതുപോലെ ബഡ്ഡിങ് ചെയ്ത് നോക്കാറില്ലായിരുന്നു? ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെമ്പരത്തി തൈകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ട് പരീക്ഷണം ചെയ്യാറുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാർബിളിലുള്ളത്. ആൻസർ കാൽസ്യം കാർബണേറ്റ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. കാൽസ്യം കാർബണേറ്റ് എന്ന രാസസമവാക്യമുള്ള ഒരു രാസസംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ്. ചുണ്ണാമ്പുകല്ല്, കക്ക, ഒച്ചിൻ്റെ പുറംതോട്, മുത്ത്, മുട്ടയുടെ പുറംതോട് എന്നിവയെല്ലാം കാൽസ്യം കാർബണേറ്റാണ്. അതൊക്കെ നമുക്കറിയാവുന്നത് തന്നെയാണ്. കൃഷിയിൽ അമ്ലത കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവിലെ പ്രധാന ഘടകവും ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിഴലുകളുടെ അരിക് അവ്യക്തവും ക്രമരഹിതവുമായിരിക്കാൻ കാരണമായ പ്രതിഭാസം ഏത്? ആൻസർ വിഭങ്കനം. സൂക്ഷ്മങ്ങളായ അധാര്യ വസ്തുക്കളെപ്പറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് വിഭങ്കനം. പിന്നെ നമ്മൾ മലയാളം ടേമും ഇംഗ്ലീഷ് ടേമും വായിച്ചു വയ്ക്കണം. കാരണം ഏതാണ് നമ്മുടെ എക്സാമിന് ചോദിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ വിഭങ്കനത്തിൻ്റെ ഇംഗ്ലീഷ് ടേമാണ് ഡിഫ്രാക്ഷൻ. ഉദാഹരണം, സൂര്യന് ചുറ്റുമുള്ള വലയം. പരുപരുത്തതോ വളഞ്ഞതോ ആയ പ്രതലത്തിൽ പ്രകാശകിരണങ്ങൾ പതിക്കുമ്പോഴുണ്ടാകുന്ന പ്രതിഭാസമാണ് വിസരിത പ്രതിഫലനം. രത്നങ്ങളുടെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തര പ്രതിഫലനമാണ്. സോപ്പ് കുമിളയിൽ കാണപ്പെടുന്ന വർണ്ണശബളമായ ദൃശ്യത്തിന് കാരണമായ പ്രതിഭാസമാണ് വ്യതികരണം അല്ലെങ്കിൽ ഇൻ്റർഫറൻസ്. സോപ്പ് കുമിളയിൽ കാണുന്ന വർണ്ണശബളമായ ദൃശ്യത്തിന് കാരണം ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ വ്യതികരണം. പിന്നെ രത്നങ്ങളുടെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തര പ്രതിഫലനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൾഷിമേഴ്സ് രോഗം ഏത് അവയവത്തെ ബാധിക്കുന്നു? ആൻസർ മസ്തിഷ്കം. നമുക്കറിയാമല്ലേ, ഓർമ്മക്കുറവ് ഉണ്ടാകുന്ന അസുഖമാണ് എന്ത്? അൾഷിമേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഡിമെൻഷ്യ വിഭാഗത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രോഗമാണ് അൾഷിമേഴ്സ് അഥവാ സ്മൃതിനാശ രോഗം. നിലവിൽ ചികിത്സയില്ലാത്തതും സാവധാനം മരണകാരണമാവുന്നതുമായൊരു രോഗമാണിത്. അൾഷിമേഴ്സ് രോഗം മസ്തിഷ്കത്തെ ബാധിക്കുന്നു. എല്ലാ വർഷവും സെപ്റ്റംബർ 21 അൾഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സസ്യങ്ങളുടെ വളർച്ച മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം കെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് ആരാണ്? ആൻസർ JC ബോസ്. ഭൗതികശാസ്ത്രത്തിനും സസ്യശാസ്ത്രത്തിനും മുഖ്യമായ സംഭാവനകൾ നൽകിയ ഭാരതീയ ശാസ്ത്രജ്ഞനായിരുന്നു സർ ജഗദീഷ് ചന്ദ്ര ബോസ് അല്ലെങ്കിൽ JC ബോസ്. റേഡിയോ ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ഇദ്ദേഹം സസ്യങ്ങൾക്കും ജീവനുണ്ടെന്ന് തെളിയിച്ച മഹാപ്രതിഭയാണ്. കൽക്കത്തയിലെ ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകനാണ് ഇദ്ദേഹം. 1916 സർ സ്ഥാനം ലഭിച്ച ബോസ് 1920 റോയൽ സൊസൈറ്റിയിൽ ഫെല്ലോ ആയി.
സസ്യങ്ങളുടെ പ്രതികരണങ്ങളെയും വളർച്ചയെയും സംബന്ധിക്കുന്ന ഗവേഷണങ്ങളാണ് ബോസിൻ്റെ പ്രധാന സംഭാവന. സസ്യങ്ങളുടെ അനുനിമിഷമുള്ള വളർച്ചയും അവയുടെ പ്രതികരണങ്ങളും മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന കെസ്കോഗ്രാഫ് എന്ന ഉപകരണം അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. ഇന്ന് നിങ്ങൾ കമൻ്റായിട്ട് ആൻസർ രേഖപ്പെടുത്തേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ്റെ വനിതാ സിംഗിൾസ് റാങ്കിങ്ങിൽ ആദ്യ 25-ലെത്തുന്ന ആദ്യ ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരം ആര്? ഓപ്ഷൻ എ ശ്രീജ ഗുലാൽ, ഓപ്ഷൻ ബി മനിക ബത്ര, ഓപ്ഷൻ സി സുധീർത്ത മുഖർജി, ഓപ്ഷൻ ഡി ദിയ ചിദലെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.